ഹലോ, ഇത് ഞങ്ങളുടെ ഷൂ റാക്കാണേ. അകത്തിരിക്കുന്ന പുറത്ത് ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട്, അല്ലാതെ ഇത് അകത്തിരിക്കുന്നതാണ്. അപ്പം മക്കളെ ഷൂവ്, എൻ്റെ ഷൂവ്, എല്ലാ സാൻഡൽസ് എല്ലാം ഇതിനകത്താണ് വച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ തന്നെ മുകളിലോട്ട് സ്പേസ് ഉണ്ട്, പക്ഷേ ഇതിങ്ങനെ ഇരിക്കുന്നുണ്ട് വൃത്തിയായിട്ട് ഇരിക്കത്തുമില്ല. നമുക്ക് ഒത്തിരി ഷൂസും ചെരുപ്പുകളൊന്നും വയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനു വേണ്ടി ഞാൻ മീഷോ എന്നൊരു സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റാൻഡാണ്, സ്റ്റാൻഡാണ്. അപ്പം നമുക്ക് ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേറെ സ്റ്റാൻഡ് വെച്ച് നമുക്ക് ഇഷ്ടംപോലെ ചെരുപ്പുകൾ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇതാണ് ഞാൻ ടോട്ടൽ 12 പീസാണ് വാങ്ങിച്ചത്. ലൈറ്റ് ബ്ലൂവും പിങ്കും. അപ്പം നമുക്കിത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ചെരുപ്പിൻ്റെ വീതി അനുസരിച്ചും വീതി കുറഞ്ഞ ചെരുപ്പാണെങ്കിൽ അങ്ങനെ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇതാ ബാക്കിൽ ആ നോബ് ഇങ്ങനെ നമുക്ക് ജസ്റ്റ് പ്രസ് ചെയ്യുമ്പം കുറച്ചുകൂടെ വലിപ്പം വരും. അപ്പം നമുക്ക് ഷൂസൊക്കെ വയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് സാൻഡൽസൊക്കെ വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത് അത്യാവശ്യം ഇത് ഞാൻ വാങ്ങിച്ച കുഴപ്പമില്ല. മറ്റേതാണെങ്കിൽ ചുമ്മാ നമുക്ക് ചെരുപ്പ് എടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും, നോക്കാനും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇത് ഈ സ്റ്റാൻഡിലിരിക്കുമ്പോൾ അത് നല്ല സോർട്ടായിട്ടിരിക്കുന്നതായിട്ട് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഞാനിതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കാണിക്കാമേ. അപ്പോൾ ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്. അത് മീഷോയിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. ഷൂ റാക്ക് ഉള്ളവർക്ക് ഷൂ നല്ല വൃത്തിയായിട്ട്, ഷൂ അല്ല ചെരുപ്പും സാൻഡൽസും എല്ലാം നമുക്ക് വൃത്തിയായിട്ട് അടുക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഓരോ ചെരുപ്പുകളായിട്ട് അടുക്കി വയ്ക്കും. അത് ഫസ്റ്റ് ഷൂ ആണ്. അപ്പോൾ നമുക്കത് കുറച്ച് ഓപ്പൺ ആക്കി വയ്ക്കാൻ പറ്റും. എന്നിട്ട് മുകളിൽ നെക്സ്റ്റ് പീസ് വയ്ക്കാൻ പറ്റും. അങ്ങനെ ഓരോരോ ഷൂസുകളെല്ലാം ഞാൻ അടുക്കി വയ്ക്കട്ടെ. ഇങ്ങനെ വെച്ചാലുള്ള ഗുണം, നമുക്ക് പെട്ടെന്ന് ഷൂസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഏത് കളർ വേണമെന്ന് നോക്കാം. ഇതിങ്ങനെ നമുക്ക് ജസ്റ്റ് ഡ്രോയറിൻ്റെ ഡോർ തുറക്കുമ്പോൾ കാണാൻ പറ്റും. മറ്റേതാകുമ്പോൾ ഇങ്ങനെ മെസ്സി ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ നല്ല അടുക്കി പറക്കി നമുക്ക് വൃത്തിയായിട്ട് വയ്ക്കുകയും ചെയ്യാം. നമുക്ക് പെട്ടെന്ന് ഷൂസ് എടുക്കുകയും ചെയ്യാം, ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും. അപ്പം നല്ലൊരു ഐറ്റമാണിത്. അപ്പോൾ എല്ലാവർക്കും പർച്ചേസ് ചെയ്യാം. ഓക്കെ, ഇത് അതിൻ്റെ ലിങ്കൊന്നും ഞാൻ ഇടുന്ന മീഷോയിൽ ഷൂ റാക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന പെയർ ടൈപ്പ് ചെയ്ത് എടുത്താൽ മതി. ഒത്തിരി വരും കേട്ടോ, പല കളറിൽ വരും. പച്ച, മഞ്ഞ, അങ്ങനെ ഒത്തിരി നിറത്തിലുണ്ട്. ഞാൻ കളർ ചൂസ് ചെയ്തൊന്നുമല്ല, ഞാൻ ഇഷ്ടപ്പെട്ട് ഒരു ട്രാക്ക് ഓർഡർ ചെയ്തതേ ഉള്ളൂ. അപ്പം വന്ന കളറ് ബ്ലൂവും പിങ്കും ആണെന്നേ ഉള്ളൂ. അപ്പം അത്യാവശ്യം എല്ലാ ഷൂസും സാൻഡൽസും ഒക്കെ ഞാൻ അടുക്കി വച്ചിട്ടുണ്ടേ. കാരണം ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ചെരുപ്പിൻ്റെ വീതി അനുസരിച്ചും നീളം അനുസരിച്ചും നമുക്ക് ഇതുപോലെ ഇങ്ങനെ ബാക്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എത്ര ചെരുപ്പ് വേണമെങ്കിലും ഇതിനകത്തോട്ട് ഫിറ്റ് ചെയ്യാനും പറ്റും. അത്യാവശ്യം നല്ല വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും കേട്ടോ. ഇനി നമുക്ക് ഷൂസ് ഇങ്ങനെ വലിച്ചു വരിയിടുകയോ ഒന്നും വേണ്ട. ഈ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അത്യാവശ്യം, ഞാൻ ആകെ 12 പീസേ വാങ്ങിച്ചുള്ളൂ. അത് ഓക്കെ, നമുക്ക് അത്യാവശ്യം ഒരു ചെറിയ ഷൂ റാക്കിൽ അത് അഡ്ജസ്റ്റ് ആയിട്ടിരിക്കും. വേണമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. അപ്പം എനിക്കിപ്പോൾ ഇത്രയും മതി. അതുകൊണ്ട് അത്യാവശ്യം പിന്നെ കുറച്ച് വേറെ വെളിയിടുന്ന കുറച്ച് ഷൂസ് ഉണ്ട്. അത് ഞാൻ വേറൊരു ട്രാക്കിൽ വെച്ചേക്കുകയാണ്. അപ്പോൾ അതും അത്യാവശ്യം ആക്ച്വലി ഇത് തികഞ്ഞില്ല. 12 പീസ് എനിക്ക് തികഞ്ഞില്ല. എന്നാലും അത്യാവശ്യം എല്ലാം വൃത്തിയാക്കി ഞാൻ വച്ചു. ഇത് വച്ചപ്പോൾ തന്നെ നമുക്ക് മാക്സിമം ഷൂസ് സാൻഡൽസും ഒക്കെ വയ്ക്കാൻ പറ്റി.